പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുണയുടെ മാതാവിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പരിശുദ്ധ അമ്മ കരുണയുടെ മാതാവാണ്. കുരിശിൻ ചുവട്ടിൽ വെച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ മകനെന്നും, പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് ഇത് നിന്റെ അമ്മയെന്നും പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള നമ്മളെ ഓരോരുത്തരെയും ഈശോ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. യോഹന്നാൻ തൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുക വഴി നമ്മൾ പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട് തീരുന്നു. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാൻ കെൽപ്പുള്ളവളാണ് പരിശുദ്ധ അമ്മയെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുക. എൻ്റെ ഞങ്ങളുടെ 14-ാമത്തെ സന്ദേശമാണിത്. വിശുദ്ധ കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിലൂടെ ഏകദേശം 40 വീഡിയോസിലധികം ഞങ്ങൾ ഇറക്കി കഴിഞ്ഞു. ഈ മാസം മുഴുവനും ഇത് 14-ാമത്തെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സന്ദേശമാണ്. അപ്പം നിങ്ങളെല്ലാവരും കേൾക്കണം, ധ്യാനിക്കണം. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമുള്ളവരായിരിക്കണം. പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മൾ കൊണ്ടു നടക്കണം. ഇന്ന് കരുണയുടെ മാതാവിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായ വിധത്തിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായം ചോദിക്കുന്ന ഒരമ്മയാണ്. അതുപോലെ അടിമത്തത്തിൽ നിന്നും വലിയ വലിയ തകർച്ചകളിൽ നിന്നൊക്കെ നമ്മെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരമ്മയായിട്ടാണ് തിരുസഭ സെപ്റ്റംബർ 14-ാം തീയതി, സെപ്റ്റംബർ 24-ാം തീയതി എല്ലാ വർഷവും പരിശുദ്ധ അമ്മയുടെ കരുണയുടെ തിരുനാള് നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുക. സ്പെയിനിലെ ബാർസിലോണയിലാണ് 1233 ഇത് ഔദ്യോഗികമായിട്ട് ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്, തിരുനാള് ആഘോഷിക്കുവാനായിട്ട്. 1218 സ്പെയിനിലെ തന്നെ ഇന്ന് രണ്ട് വിശുദ്ധരായിട്ടിരിക്കുന്ന വിശുദ്ധ പീറ്റർ നൊളാസ്കോ, വിശുദ്ധ റെയ്മണ്ട് പെനിയാഫോർട്ട്, പിന്നെ അന്നത്തെ ഒരു രാജാവായിരുന്ന ആരഗൺ എന്ന സ്ഥലത്തെ രാജാവായിരുന്ന ജെയിംസ് ഒന്നാമൻ, ഇവർക്ക് 3 പേർക്കും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മതിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു സാരസൻ വിശ്വാസ ജനങ്ങൾ. അതായത് മുസ്ലിങ്ങളുടെ വലിയ ശക്തിയെയാണ് സാരസൻ സംഹിത എന്നൊക്കെ പറയുന്നത്. അവർ കടുത്ത ആൾക്കാരായിരുന്നെങ്കിൽ ക്രൈസ്തവർ എളിയ ആൾക്കാരായിരുന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഈ സമുദായത്തിനെതിരെ, ഈ സംഘടനകൾക്കെതിരെ ധീരമായിട്ട് പൊരുതാനായിട്ട് പരിശുദ്ധ അമ്മ താൻ എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പാണ് വിശുദ്ധ പീറ്റർ നൊളാസ്കോയ്ക്കും വിശുദ്ധ റെയ്മണ്ട് പെനിയാഫോർട്ടിനും രാജാവായിരുന്ന ജെയിംസിനും നൽകിയത്, ജെയിംസ് ഒന്നാമനും. ഇവരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ 1218 ഗ്രിഗറി മാർപ്പാപ്പയും അംഗീകരിച്ചു. അങ്ങനെയാണ് കരുണയുടെ മാതാവ് എന്നുള്ള ആ വലിയ വിശ്വാസം ജനങ്ങളിലേക്ക് കടന്നു വരിക. അന്ധകാര ശക്തികൾക്കെതിരെ പോരാടുവാനായിട്ട്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തെറ്റായ ബന്ധങ്ങളിലേക്കൊക്കെ നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ കൗൺസിലർ എന്ന നിലയ്ക്കും ഞാനും കേൾക്കാറുണ്ട്. മാതാപിതാക്കളുടെ വിഷമങ്ങൾ മറ്റു സമുദായങ്ങളിലേക്കൊക്കെ കടന്നു പോയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരമ്മ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. നല്ല വിശ്വാസിയായിരുന്നു, ജപമാല കയ്യിൽ നിന്ന് ഊരുകയില്ലായിരുന്നു, ഏത് പള്ളി കണ്ടാലും കയറി പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ എന്നതിനേക്കാൾ ഉപരി ഒന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ
അവൻ്റെ അവസ്ഥ മാറി. മറ്റൊരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പള്ളിയില്ല, ജപമാലയില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല. ഇത് പൊതുവേ ഇന്ന് എന്നും കേൾക്കുന്ന അമ്മമാരുടെ, പ്രത്യേകിച്ച് മാതാക്കളുടെ ഒരു പ്രയാസമാണ്. മറ്റു മതങ്ങളിലേക്കൊക്കെ പോയി സ്വന്തം വിശ്വാസവും അതുപോലെ മാതാപിതാക്കളെ നോക്കണം എന്നുള്ള ചിന്ത എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് മക്കൾക്ക്. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കളെ നോക്കണം, അവരെ പരിപാലിക്കണം, അവരുടെ കഷ്ടതകളിൽ അവരോട് കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെ. മറ്റു മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആദ്യത്തെ കാര്യം അതുതന്നെയാണ്. മാതാപിതാക്കളോട്, കുടുംബത്തോട്, ജപമാലയോട്, വിശ്വാസത്തോട്, ദിവ്യബലികളോട്, അതുപോലെ ക്രൈസ്തവ സമുദായത്തോടുള്ള ആ വിശ്വാസവും താല്പര്യവും ഒക്കെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരായുധമാണ് കരുണയുടെ മാതാവ്. അന്ധകാര ശക്തികൾക്കെതിരെ, അതുപോലെ നമ്മൾക്ക് കിട്ടാതെ പോയ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരമ്മയാണ് കരുണയുടെ അമ്മ. കരുണയുടെ അമ്മയുടെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ പ്രകാശം പോകുന്നതായിട്ട്, പ്രകാശം ഉജ്ജ്വലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കരുണയുടെ രൂപത്തിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എല്ലാ അന്ധകാര ശക്തികൾക്കുമെതിരെ പരിശുദ്ധ അമ്മ പോരാടുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കരുണയുടെ അമ്മയെ കാണുന്നത്. ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഒക്കെ ഏറ്റവും അധികം മാധ്യസ്ഥമുള്ള ദേവാലയങ്ങളുള്ളത് കരുണയുടെ മാതാവിലാണ്. പ്രത്യേകിച്ച് സ്പെയിനിലെ ബാർസിലോണ എന്ന ആ നാട് തന്നെ പരിശുദ്ധ കരുണയുടെ മാതാവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിശുദ്ധരിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വിശുദ്ധ റെയ്മണ്ടിലൂടെയും വിശുദ്ധ പീറ്ററിലൂടെയും അതുപോലെ ജെയിംസ് രാജാവിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പരിശുദ്ധമ്മ പൂർണ്ണമായിട്ടും അവർക്ക് വാഗ്ദാനം നൽകി എന്നുള്ളതാണ്. അന്ധകാര ശക്തികൾ ഇതെല്ലാം വിധത്തിൽ വന്നാലും നിങ്ങൾ എൻ്റെ സഭ സ്ഥാപിച്ച് ആ സഭയിലൂടെ പ്രാർത്ഥിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് കരുണയുടെ ദേവാലയം നമ്മുടെ രാജ്യത്ത് കണ്ണൂരും ഒരു കരുണയുടെ ദേവാലയം സ്ഥാപിതമായിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാ അമ്മയുടെ നാമധേയമുള്ള എല്ലാ ദേവാലയങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്. നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിലും, അമലോത്ഭവ മാതാവിൻ്റെ പള്ളിയിലും, സ്വർഗാരോപിതയായ മാതാവിൻ്റെ പള്ളിയിലും, അതുപോലെ അമ്മയ്ക്ക് ഏതെല്ലാം അപദാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ നമുക്കറിയാം. ലക്ഷങ്ങൾ കടന്നു പോകുന്ന വേളാങ്കണ്ണി, എല്ലായിടത്തും നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നും, പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയായിട്ടാണ്. പരിശുദ്ധ അമ്മ എന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളിൽ, പ്രത്യേക നിയോഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ അന്ധകാര ശക്തികളിലേക്ക് വിട്ടുപോകുന്ന നമ്മുടെ മക്കളെ ആ അവസ്ഥകളിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവരുവാനായിട്ട് പരിശുദ്ധ കരുണയുടെ മാതാവിൻ്റെ ശക്തി പ്രത്യേകം നമുക്ക് യാചിക്കാം. ദൈവത്തിന് ഓരോ നിയോഗങ്ങളുണ്ട്. ഓരോ നിയോഗത്തോടെയാണ് പരിശുദ്ധ അമ്മയെ ഓരോ സ്ഥലങ്ങളിലും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം നമുക്ക് അനുദിന ജീവിതത്തിൽ ഇന്ന് നമ്മുടെ യുവതലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം അതാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ വിശ്വാസം, നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന വിശ്വാസം, ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, കുംഭസാരത്തിലൂടെയൊക്കെ നമ്മളിൽ വളർത്തപ്പെട്ട വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമൊക്കെ മറ്റു മതങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെ, തെറ്റായ ബന്ധങ്ങളിലൂടെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക. മാതാപിതാക്കൾ, കുടുംബങ്ങൾ, അതുപോലെ തെരഞ്ഞെടുപ്പുകൾ, എല്ലായിടത്തും ഒരു വ്യതിയാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇന്ന് ഒത്തിരി അധികമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ധകാര ശക്തികൾ ഏതെല്ലാം വിധത്തിലാണ് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ കാർന്നു തിന്നുന്നതെന്ന് നമുക്കറിയാം. ഒരുപാട് വിശ്വാസം, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ വിശ്വാസമുള്ളവരുടെ എണ്ണം തുലോം കുറവല്ല. എങ്കിലും ഇപ്പോൾ ചെറുതായ രീതിയിലെങ്കിലും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അന്യമതസ്ഥരുമായിട്ടുള്ള വിവാഹങ്ങൾ. ആ വിവാഹത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസങ്ങൾ,
അതിലൂടെ പള്ളിപ്പോക്ക്, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, കുമ്പസാരം, അതുപോലെ എല്ലാം, ദിവ്യബലി, ജപമാല അർപ്പണം എല്ലാം നഷ്ടപ്പെടുത്തി മക്കൾ കളയുന്നൊരവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾ, നമ്മൾ പ്രത്യേക ഒരു അമ്മമാരുടെയും പ്രത്യേക ആവശ്യമാണ്. നമുക്കറിയാം, പിതാക്കന്മാരൊക്കെ ജോലിയും കുടുംബത്തെ നോക്കണ ഉത്തരവാദിത്വമായിട്ട് നടക്കുമ്പോൾ അമ്മമാരാണ് എപ്പോഴും കുടുംബത്തിലായിരിക്കുക. മക്കളെക്കുറിച്ച് ഓർക്കുന്നതും എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരുടെ മുൻപോട്ടുള്ള പ്രയാണത്തിലൊക്കെ എപ്പോഴും ഉത്കണ്ഠാകുലരാകുന്നത്. അമ്മമാരുടെ നിരന്തരമായിട്ടുള്ള വിഷമങ്ങളാണ് മക്കൾ വഴിതെറ്റിപ്പോകുന്നത്. അതുമൂലം അവർക്കുണ്ടാകുന്ന വിശ്വാസ തകർച്ചകൾ, അതുമൂലം അവർ നഷ്ടപ്പെടുത്തി കളയുന്ന വിശ്വാസങ്ങൾ, അതുമൂലം അവർക്കുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള ഭാവി, അവരുടെ ഉത്കണ്ഠകൾ, ഏത് മതത്തിൽപ്പെട്ട് മക്കളെ വളർത്തുമെന്നുള്ള ചിന്ത, ഇങ്ങനെ അന്ധകാര ശക്തികൾ നമ്മുടെ നാട്ടിൽ ചെറുതായിട്ടെങ്കിലും മക്കളിലും കുടുംബങ്ങളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേക ആവശ്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം സെപ്റ്റംബർ 24 എല്ലാ വർഷവും പ്രത്യേകമായിട്ട് നമുക്ക് നൽകിയ ഒരു തിരുനാളാണ് പരിശുദ്ധ കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ. നമുക്കും പ്രത്യേകമായിട്ട് ഈ കരുണയുടെ മാതാവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതും അതാണ്. അവൾ കരുണയുടെ അമ്മയാണ്. നമ്മൾ അറിയുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന വ്യക്തിയാണ്. ഫ്രാൻസിസ് പാപ്പയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിർവചനം നൽകിയിരിക്കുന്നത്. നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അമ്മ ഉടനെ തൻ്റെ പുത്രനെ അറിയിക്കും. എന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ പുത്രൻ്റെ അരികിലേക്ക് നയിക്കും. എന്നിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ സേവകരോട് പറയുന്നത് പോലെ നമ്മളോടും ഓരോരുത്തരോടും പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുക. പരിശുദ്ധ അമ്മ നടത്തുന്ന ദൗത്യം അതുതന്നെയാണ്. നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ മുമ്പിലേക്ക് നയിക്കും. അപ്പം അമ്മയെക്കുറിച്ച് നമ്മൾ അപദാനങ്ങൾ എപ്പോഴും പറയുമ്പോഴും അമ്മ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതുമാത്രമാണ്. നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധകാര ശക്തികൾക്കെതിരെ, എല്ലാ ദുർനിമിത്തങ്ങൾക്കെതിരെ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ, നമ്മൾ അമ്മയുടെ സാന്നിധ്യം അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആദ്യം നമ്മുടെ ആഗ്രഹങ്ങളെ ഈശോയുടെ മുന്നിലെത്തിക്കും. അങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരാവശ്യമുണ്ട്, നീ സാധിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളെ കൈപിടിച്ച് ഈശോയുടെ മുമ്പിൽ എത്തിച്ചിട്ട് പറയും, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. നമുക്ക് അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ പ്രാർത്ഥന യാചിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ആ വലിയ ആഹ്വാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ കരുണയുടെ മാതാവിനെ കുറിച്ചുള്ള ധ്യാനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. കരുണയുടെ മാതാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ പ്രത്യേക ആവശ്യങ്ങൾ കരുണയുടെ മാതാവിന് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയ മക്കളുണ്ടെങ്കിൽ, എങ്കിലും നമ്മളുടെ കുടുംബത്തെ എന്തെങ്കിലും അന്ധകാര ശക്തികളുടെ ആക്രമണമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പൈശാചിക ബന്ധനങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജപമാല കയ്യിലേന്തി നമുക്ക് ജപമാലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരുണയുടെ മാതാവിനോട് ആ പ്രത്യേക നിയോഗത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ ഈ അന്ധകാര ശക്തികളെല്ലാം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, നമ്മുടെ സാഹചര്യങ്ങളെ വിട്ടുപോകുവാനായിട്ട് പരിശുദ്ധ അമ്മ, ജപമാല രാജ്ഞി, കരുണയുടെ അമ്മ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.